നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിൽ 18 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. നിരവധി ആളുകളിൽ സമാന രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ. രോഗികൾ നിരീക്ഷണത്തിൽ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചലിലെ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർ രൂപീകരിച്ച അഞ്ചൽ പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അഞ്ചൽ മേഖലയിൽ വയൽ നികത്തൽ വ്യാപകമാകുന്നു. ചെമ്മന്തൂർ കുതിരച്ചിറ വലിയ നരിക്കലിൽ സ്ഥിതി ചെയ്യുന്ന പാലം വാഹനയാത്രികരെ അപകടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ വാട്ടർഷെഡ് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ ക്രമക്കേടെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. ചക്കുവരയ്ക്കൽ പുനലൂർ പാതയിൽ പൈപ്പ് പൊട്ടൽ തുടങ്ങിയിട്ട് മാസങ്ങളായി. കുടിവെള്ളം പാഴാകുമ്പോഴും നടപടി സ്വീകരിക്കാതെ അധികൃതർ മൗനം പാലിക്കുന്നു. അഞ്ചലിലെ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർ രൂപീകരിച്ച അഞ്ചൽ പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. അഞ്ചലിലെ പത്രമാധ്യമ പ്രവർത്തകർ രൂപീകരിച്ച അഞ്ചൽ പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. ആയൂർ റോഡിൽ ടെലിഫോൺ എക്സ്ചേഞ്ചിന് എതിർവശം നക്ഷത്ര ബിൽഡിംഗിൽ 3-ാം നിലയിലാണ് പ്രസ് ക്ലബ് പ്രവർത്തനം ആരംഭിച്ചത്. മാധ്യമരംഗത്തെ കുത്തകവൽക്കരണത്തിനിടയിലും തമസ്കരിക്കപ്പെടുന്ന വിവിധ പ്രാദേശിക സംഭവങ്ങളും വാർത്തകളും ജനങ്ങളിലെത്തിക്കാൻ പ്രാദേശിക പത്രപ്രവർത്തകരുടെ സേവനം നിസ്തുലമാണെന്ന് ഉദ്ഘാടന വേളയിൽ S ജയമോഹൻ പറയുകയുണ്ടായി. അഞ്ചൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകർ ചേർന്നുകൊണ്ട് ഒരു പ്രസ് ക്ലബിന് രൂപം നൽകാനെടുത്ത തീരുമാനങ്ങൾ എന്തുകൊണ്ടും സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം. എന്നാൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും ഈ പ്രസ് ക്ലബിൻ്റെ കീഴിൽ കൊണ്ടുവരാനും ഒരുമിച്ച് നമ്മൾ നിൽക്കാനും കഴിയുന്ന ഒരു സമീപനം സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും നമുക്കൊരു ബലം എന്ന് പറയുന്നത് നമ്മുടെ ഐക്യത്തിലൂടെ മാത്രമേ നമുക്കത് നേടാൻ കഴിയൂ. അപ്പോൾ ഇതിൽ സഹകരിക്കാതെ നിൽക്കുന്ന അവരെ എല്ലാവരെയും സഹകരിച്ച് ഒരുമിച്ച് ആലോചിച്ചു അഞ്ചൽ പിന്നൊരു പ്രസ് ക്ലബ് കൂടി രൂപം കൊള്ളാൻ ഇടവരാത്ത രൂപത്തിൽ ആക്കിയെടുക്കണം എന്ന് നിങ്ങളോട് ആദ്യമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ഇപ്പോൾ നമ്മൾ വായനാ വാരം ആചരിക്കുകയാണല്ലോ. PM പണിക്കർ സാറിൻ്റെ ദിനത്തോടനുബന്ധിച്ച് ഇന്നലെ മുതൽ വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രചരണം ഉൾപ്പെടെ സംഘടിപ്പിച്ച് ഇന്നത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിനും ഒക്കെ ഒരു പുത്തൻ മാനം പകർന്നു തന്ന പണിക്കർ സാറിൻ്റെ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ഈ പ്രസ് ക്ലബിൻ്റെയും ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുന്നത്. അപ്പോൾ നമ്മൾ വായനയിൽ തന്നെ ഒരു മാറ്റം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും ഭീഷണികളും നേരിടുന്ന കാലഘട്ടമാണിതെന്നും ഈ സാഹചര്യത്തിൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയും അതിനായി പൊതുവായ ആസ്ഥാനവും അനിവാര്യമാണെന്നും ഉദ്ഘാടന വേളയിൽ S ജയമോഹൻ പറയുകയുണ്ടായി. പ്രസ് ക്ലബ് സെക്രട്ടറി NK ബാലചന്ദ്രൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഞ്ചൽ ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ദൃശ്യമാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ പത്രപ്രവർത്തകർക്കും ഉള്ള ധർമ്മം പാലിച്ചുകൊണ്ട് അവരെ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ആ സത്യസന്ധമായ വാർത്തകളും ആ കാര്യങ്ങളും ഒക്കെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലും അത് ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഒപ്പിയെടുത്ത് അത് സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിൽ എല്ലാ മേഖലയ്ക്കും ഗുണകരമാകുന്ന തരത്തിലുള്ള ഒരു ശരിയായ പത്രപ്രവർത്തനം നമ്മുടെ മേഖലയിൽ നടത്തണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുവാനുള്ളത്. മാധ്യമപ്രവർത്തകരായ S ചന്ദ്രബാബു, ആയൂർ ശിവദാസ്, അഞ്ചൽ ജഗദീശൻ, രതീഷ് കുമാർ, രഞ്ജു രാജ്, MV വിമൽകുമാർ, KV പ്രതീഷ് കുമാർ, അഞ്ചൽ ഗോപൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജിനേഷ് അഞ്ചൽ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അഞ്ചൽ മേഖലയിൽ വയൽ നികത്തൽ വ്യാപകമാകുന്നു. ഒക്ടോബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിലനികത്തൽ മാഫിയ സംഘങ്ങൾ അഞ്ചൽ മേഖലയിൽ പിടിമുറുക്കുന്നു. റോഡ് സാമീപ്യമുള്ള നിലങ്ങളെല്ലാം ഇതിനകം തന്നെ നികത്തിക്കഴിഞ്ഞു. അവശേഷിക്കുന്ന ഏതാനും ഹെക്ടർ വയൽ കൂടി നികന്നു കഴിയുമ്പോൾ വയലുകളില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തായി അഞ്ചൽ മാറും. അവധി ദിവസങ്ങളിലും രാത്രികാലങ്ങളിലുമാണ് വയൽ നികത്തുന്നത്. എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അഞ്ചൽ അതിർത്തിയോട് ചേർന്നുള്ള വയലുകളും താഴ്ന്ന പ്രദേശങ്ങളും ഇപ്പോൾ പൂർണ്ണമായും നിറഞ്ഞു. അഞ്ചൽ ആയൂർ റോഡിൽ പല ഭാഗങ്ങളും അഞ്ചൽ തഴിക്കാട് റോഡിൽ ഒറ്റത്തെങ്ങ് ജംഗ്ഷന് സമീപവും മണ്ണിട്ട് നികത്തുന്നത് നാട്ടുകാർ തടഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ മറ്റു പല ഏലാകളിലും മണ്ണിടൽ നടക്കുകയാണ്. ഏരൂരിലെ പാങ്ങാപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വയലുകളിൽ ദീർഘകാല വിളകളായ തെങ്ങ്, കമുക്, റബ്ബർ മുതലായവ നട്ട ശേഷം ഇവയുടെ ഇടയിൽ മണ്ണിട്ട് നികത്തിയെടുക്കുന്ന രീതിയാണ് ഇപ്പോൾ അവലംബിക്കുന്നത്. ഇപ്പോൾ മണ്ണിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന എതിർപ്പുകൾ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഭൂമിയെ കുളം തോണ്ടുന്ന മാഫിയകളുടെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചക്കുവരയ്ക്കൽ പുനലൂർ പാതയിൽ പൈപ്പ് പൊട്ടൽ വ്യാപകമാകുന്നു. കുടിവെള്ളം പാഴാകുമ്പോഴും അധികൃതർ മൗനം പാലിക്കുന്നു. ചക്കുവരയ്ക്കൽ പുനലൂർ പാതയിൽ കല്ലടമുക്കിലും ഗുരുമന്ദിരം ജംഗ്ഷനിലും പൈപ്പ് പൊട്ടൽ തുടങ്ങിയിട്ട് മാസങ്ങളായി. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പാണ് പൊട്ടിയത്. കണ്ണീർ പോലെ കുടിവെള്ളം റോഡിൽ മുഴുവൻ പാഴാകുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതേ രീതിയിൽ കുടിവെള്ളം പാഴാകുന്നുണ്ടെന്ന് പ്രദേശവാസിയായ ബേബി ഞങ്ങളോട് പറഞ്ഞു. ഇത് ഈ ജപ്പാൻ കുടിവെള്ളം ഇവിടെ തുറന്ന കാലം മുതൽ ഈ റോഡ് ഇങ്ങനെ നിത്യം രാത്രി 10 മണി വരെ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുക. അത് ഇവിടെ ഈ റോഡിനും ഈ താഴോട്ടൊക്കെ ചെല്ലുന്ന പ്രദേശങ്ങളിലെല്ലാം ഈ വെള്ളം കെട്ടി കിടന്നിട്ട് മനുഷ്യന് വണ്ടി പോലും പാൻ വെക്കുന്നില്ല. അങ്ങോട്ടുള്ള റോഡിലെല്ലാം ഈ വെള്ളമാണ്, വണ്ടി പോലും പാൻ വെക്കുന്നില്ല. ഇത് സർക്കാരോ ഇവിടുന്ന് ഒരുപാട് പേരെ വിളിച്ച് അവരുടെ ഓഫീസുകളിലൊക്കെ വിളിച്ച് പറയുമ്പോൾ അവർ വിളിക്കുന്നവരെ വഴക്ക് പറയുക, അല്ലാതെ അവരതൊന്നും നോക്കാനോ ഇത് നല്ലതാക്കി ഇത് അടയ്ക്കാനും ഒന്നും അവർ ശ്രമിക്കുന്നില്ല. മാസങ്ങളായി ഇത് തുറന്ന കാലം മുതലിങ്ങനെ. രാത്രി 10 മണി വരെ, 10 മണി കഴിഞ്ഞാലും നമ്മളൊക്കെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകത്തില്ല. പിന്നെ എപ്പോഴാണ് നിൽക്കുന്നതെന്നൊന്നും അറിയത്തില്ല. നാട്ടുകാർ ഒരുപാട് വട്ടം അവരുടെ ഓഫീസുകളിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അന്നേരം വിളിച്ചു പറയുമ്പോഴെല്ലാം അവർ നോക്കാം, അത് പഞ്ചായത്ത് വരണം, അതാ ഇതാണ് എന്തെങ്കിലും മുടന്ത ന്യായം പറഞ്ഞ് ഇനി പറഞ്ഞു വിട്ടേക്കുക. അതാണ് അവർ ചെയ്യുന്നത്. ആരും ഒരു ഉദ്യോഗസ്ഥരും ആരും വന്ന് നോക്കിയിട്ടുമില്ല. ഇങ്ങനെ വിളിച്ചു പറയും, അവർ അവിടെ ഇരുന്ന് അതിന് മറുപടി പറയും, തീരും. അങ്ങനെ അങ്ങ് പോവുകയാണ്. റോഡിന് ഈ റോഡിനെല്ലാം ഈ റോഡ് കാരണം മണ്ണിൻ്റെ ആ കോൺക്രീറ്റിൻ്റെ അരിക്കൂടാണ് അത് വരുന്നത്. കൂടുതലെല്ലാം പൊട്ടി അതിൻ്റെ അരിക്കൂടാണ് അത് വരുന്നത്. ഇത് ഓപ്പൺ ആയ കാലം മുതൽ പോവുക. ഏതാണ്ട് ഒരു 6-7 മാസമെങ്കിലും ആയിട്ടുണ്ട്. 7 മാസമെങ്കിലും ആയിട്ടുണ്ട്. അന്ന് മുതൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓപ്പൺ ആയ കാലം മുതൽ പോകുന്നു. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായി അങ്ങോട്ടുള്ള നടക്കാനോ ഒന്നും ഒക്കത്തില്ല. എല്ലാം ചെളിയും, ഇതിലേ താഴോട്ട് അതിലേ അങ്ങോട്ടും. ഒരു കാരണവശാലും ഇത് അവരടയ്ക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. അതിനുള്ള നടപടി എന്താണെന്ന് സർക്കാർ തീരുമാനിക്കണം. പുനലൂർ വാട്ടർ അതോറിറ്റിയോട് ചേർന്നുള്ള സ്ഥലമായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. വേനൽക്കാലത്തും മറ്റും കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിൽ ഇത്തരം കാഴ്ചകൾ പുനലൂർ വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളിലെ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടാൻ സാധിക്കുന്നത്. പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നതിനെപ്പറ്റി പലതവണ പരാതികൾ കൊടുത്തിട്ടുള്ളതായി പ്രദേശവാസികൾ ആരോപിക്കുന്നു. നിരന്തരം വെള്ളം ഒലിച്ചു പോകുന്നതിനാൽ കോൺക്രീറ്റ് റോഡ് പോലും നാശത്തിന്റെ പാതയിലാണ്. റോഡ് നാശമായതിനു ശേഷം ചോർച്ചയടക്കലും റോഡ് നവീകരണവും ഒരുമിച്ച് ചെയ്യാമെന്ന അധികൃതരുടെ അതിബുദ്ധിയാണോ ഇതിന് പിന്നിലെന്നും സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ചോർച്ചയടയ്ക്കുന്ന കാര്യത്തിൽ അധികൃതർ ഉടൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ റോഡിന്റെ തകർച്ചയ്ക്കും നാട്ടുകാർ സാക്ഷിയാകേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഏരൂർ സ്കൂളിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിനു പിന്നിൽ സ്കൂളിലെ HSS വിദ്യാർത്ഥികളെന്ന് പോലീസ്. വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയുടെ മെമ്പർഷിപ്പ് ഫോമിൽ ഒപ്പിട്ടില്ലെന്ന കാരണത്താൽ ഏരൂർ സ്കൂളിലെ 2 5ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിനു പിന്നിൽ അതേ സ്കൂളിലെ തന്നെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണെന്ന് പോലീസ്. കസ്റ്റഡിയിലെടുത്ത 2 വിദ്യാർത്ഥികളെ പിന്നീട് സ്കൂൾ അധികൃതർ ഇടപെട്ടതിനെ തുടർന്ന് വിട്ടയച്ചു. വിഷയം വലിയ വാർത്തയായതോടെ രക്ഷിതാക്കളെയും നാട്ടുകാരെയും PTA ഭാരവാഹികളെയും ഉൾപ്പെടുത്തി നടത്താനിരുന്ന സർവകക്ഷി യോഗം രാഷ്ട്രീയമയമായത് ഏറെ വിവാദത്തിനിടയാക്കിയിരിക്കുകയാണ്. ഏരൂർ സ്കൂളിൽ രാഷ്ട്രീയം നിലനിൽക്കുന്നതിനുള്ള തെളിവാണ് ഇന്നലെ നടന്ന സർവകക്ഷി യോഗം. പോലീസ് നോക്കി നിൽക്കെ സ്ഥലത്തെ ചില രാഷ്ട്രീയ നേതാക്കളും സ്കൂൾ മാനേജ്മെന്റ് അംഗങ്ങളും മാത്രമാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിനായി മണിക്കൂറുകളോളം കാത്തിരുന്ന് ഭൂരിഭാഗം രക്ഷകർത്താക്കളും നാട്ടുകാരും തിരികെ പോയി. വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തേക്കാൾ കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയമായ ചർച്ചയാണ് ഏറെ വിവാദമായത്. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ പോലും യോഗം നടക്കുന്നിടത്തേക്ക് കടത്തിവിട്ടില്ല. പോലീസുകാർ പോലും രാഷ്ട്രീയ നേതാക്കളെ അനുസരിക്കുന്ന ഒരു നടപടിയാണ് കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് സ്കൂളിൽ കാണാനായത്. വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തെ തുടർന്ന് ഏരൂരിലും പരിസര പ്രദേശങ്ങളിലും ആദ്യ ദിവസങ്ങളിൽ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ കയ്യേറ്റത്തിന്റെ വക്കിൽ വരെ എത്തിയത് പോലീസിനെ പോലും വലയ്ക്കുന്ന അവസ്ഥയുണ്ടാക്കി. ഏരൂർ HSSലെ
5ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഏരൂർ ചില്ലിംഗ് പ്ലാന്റ് പ്രണവത്തിൽ സാനിയ, അഖിൽ എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് വിഷയം വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഏറ്റുപിടിച്ചതിന്റെ ഫലമായാണ് ഏരൂർ സ്കൂളും പരിസരവും സംഘർഷാവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. മുഖംമൂടി ധരിച്ചാണ് വിദ്യാർത്ഥികൾ ക്ലാസ്സിനുള്ളിൽ കയറി മറ്റ് വിദ്യാർത്ഥികളോട് മെമ്പർഷിപ്പ് ഫോമിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടത്. ക്ലാസ്സിൽ അധ്യാപിക ഇല്ലാതിരുന്ന സമയത്താണ് സംഭവം നടന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് മർദ്ദിച്ചതെന്ന് പോലീസ് പറയുമ്പോഴും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് വിദ്യാർത്ഥിയെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ആഭ്യന്തരമന്ത്രിയുടെ വാക്കും അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പും കട്ടപ്പുറത്തായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. പുതിയ വാഹനം ഉടൻ അനുവദിച്ചു നൽകുമെന്ന ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പും പാഴായതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം അവതാളത്തിലായി. സ്റ്റേഷൻ ഡ്യൂട്ടിക്കായി ആകെ ഉണ്ടായിരുന്ന ജീപ്പ് കട്ടപ്പുറത്തായതാണ് പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനത്തെ ബാധിച്ചിരിക്കുന്നത്. മുൻവശത്തെ ആക്സിൽ ഒടിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസമായി ജീപ്പ് സ്റ്റേഷനിലെ പാർക്കിംഗ് ഷെഡിനുള്ളിൽ കട്ടപ്പുറത്താണ്. ജീപ്പിന്റെ സർവീസ് നിലച്ചതിനെ തുടർന്ന് ഇപ്പോൾ ചടയമംഗലം സ്റ്റേഷനിൽ നിന്നുള്ള സ്പെയർ വാഹനത്തിലാണ് അഞ്ചൽ പോലീസിന്റെ യാത്ര. എന്നാൽ ചടയമംഗലം സ്റ്റേഷനിൽ നിന്നും താൽക്കാലികമായി വിട്ടു നൽകിയ ജീപ്പും മിക്കപ്പോഴും പണിമുടക്കുന്ന അവസ്ഥയിലാണെന്നാണ് പോലീസുകാർ പറയുന്നത്. ഇതിനാൽ അടിയന്തര ഘട്ടങ്ങളിൽ സംഭവ സ്ഥലങ്ങളിലെത്താൻ ഇവർക്ക് സ്വകാര്യ വാഹനങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നതും പൊതുജനങ്ങളുടെ പരാതിക്കിടയാക്കുകയാണ്. കഴിഞ്ഞ മാസം കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടുന്നതിനായി അഞ്ചൽ SI CK മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇടുക്കിയിൽ പോയി. തിരികെ റാന്നിയിലെത്തിയപ്പോഴാണ് ജീപ്പിന്റെ ആക്സിൽ ഒടിഞ്ഞത്. ആക്സിൽ ഒടിഞ്ഞതിനെ തുടർന്ന് ജീപ്പ് എതിർദിശയിലെത്തിയ മറ്റൊരു കാറിൽ ഇടിച്ചതും റാന്നി സ്റ്റേഷനിൽ കേസ് ചാർജ് ചെയ്തിട്ടുള്ളതുമാണ്. ജീപ്പ് കട്ടപ്പുറത്തായതിനാൽ VIP എസ്കോർട്ട് ഉൾപ്പെടെയുള്ള ഡ്യൂട്ടി ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് അഞ്ചൽ സ്റ്റേഷനിലെ പോലീസുകാർ. പോലീസ് സ്റ്റേഷൻ ജനുവരി 14 കാളച്ചന്തയോട് ചേർന്നുള്ള പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. പുതിയ പോലീസ് ജീപ്പുകൾ വാങ്ങുന്ന മുറയ്ക്ക് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്കും വളരെ പെട്ടെന്ന് വാഹനം അനുവദിക്കുമെന്ന് ഉദ്ഘാടനത്തിനായി എത്തിയ ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ പുതിയ കെട്ടിടത്തിൽ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം 6 മാസം പിന്നിടുമ്പോഴും ജീപ്പിന് വേണ്ടിയുള്ള പോലീസുകാരുടെ കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരിടവേള. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ വാട്ടർഷെഡ് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ ക്രമക്കേടെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ബ്ലാവടി വാട്ടർഷെഡ് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ ക്രമക്കേടും അഴിമതിയുമുണ്ടെന്ന് നാട്ടുകാർ. ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ മണലിൽ, ആർച്ചൽ, കിണറ്റുമുക്ക്, ഇളവറാങ്കുഴി, കരവാളൂർ ഗ്രാമപഞ്ചായത്തുകളിലെ മണലിൽ ഭാഗം എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. 1.25 കോടി രൂപയാണ് അടങ്കൽ തുക. മണ്ണ്, ജലസംഭരണം, ഗതാഗതം മെച്ചപ്പെടുത്തൽ, കാർഷികാഭിവൃദ്ധി, കുടുംബത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കൽ മുതലായവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പദ്ധതി പ്രദേശത്തെ ജനങ്ങളെ വിളിച്ചുകൂട്ടി പദ്ധതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയും ഗുണഭോക്തൃ സമിതിയെ തിരഞ്ഞെടുക്കുകയും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഈ സമിതിയുടെ നിയന്ത്രണത്തിൽ വേണമെന്ന് നടപ്പിലാക്കണമെന്നാണ് ചട്ടം. എന്നാൽ ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പായിട്ടില്ല. പൊതുജനങ്ങളെ അറിയിക്കാതെ രഹസ്യമായി കമ്മിറ്റി രൂപീകരിച്ചുവെന്നും ബിനാമികളെ കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നുമാണ് നാട്ടുകാരുടെ പരാതി. 5 വർഷത്തിന് മുമ്പ് ഇവിടെ റോഡ് ഇടിച്ചതാണ്. അത് ഞങ്ങളുടെ ഏതാണ്ട് ഒരു 10-30 സെൻറ്റോളം ഇടിച്ചത്. 8 മീറ്റർ റോഡ് വീതിയാണ്. നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ നബാർഡിൻ്റെ വർക്കാണ് ഈ റോഡ്. നബാർഡിൻ്റെ രീതി നല്ല ചെയ്ത് കഴിഞ്ഞാൽ നല്ല വീതിക്കുള്ള റോഡ് കിട്ടുകയും ചെയ്യും. നല്ല സഞ്ചാരയോഗ്യമായിട്ട് വിളക്കുറകയറ ഏറ്റവും എളുപ്പമാർഗമുള്ളതാണ് ഈ റോഡ്. ഇതിപ്പോൾ ഒരുപാട് പേര് താമസവും ഉണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ, വസ്തുക്കൾക്ക് പോകാനൊക്കെ വളരെ ഉപയോഗപ്രദമായ റോഡാണ്. ഇതിപ്പോൾ അവർ എന്താണ് ഇപ്പോൾ കുറച്ചാണ്ട് ഈ റോഡിൻ്റെ പാലം കെട്ടി. ഇപ്പം കെട്ടിയിട്ട് 1 വർഷത്തോളം റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് മണ്ണിട്ട് നികത്തി താറിയാവുന്നതേ ഉള്ളൂ. പഞ്ചായത്തിൽ നിന്നും ചെയ്യാം. പിന്നെ വലിയ, അതായത് 8 മീറ്റർ റോഡ് വീതിയുള്ളതാണ്. 8 മീറ്റർ റോഡ് വീതിയുള്ളത് കൃത്യമായും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് വിളക്കുറ ചെല്ലുകയും ചെയ്യും. നല്ല നബാർഡിൻ്റെ വർക്ക് വരെ വരുന്ന ഒരു റോഡാണ് ഇത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പറുടെയൊക്കെ പറഞ്ഞിട്ട് അവർ ഇതുവരെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല. പഞ്ചായത്ത് മെമ്പർ അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ അടുത്തൊക്കെ പലവട്ടം പറഞ്ഞതാണ് ഈ റോഡ്. അതേപോലെ തന്നെ ഇപ്പം ഈ അടുത്ത് മറ്റേ കണ്ണീർത്തറ പദ്ധതി പറഞ്ഞിട്ട് ഇപ്പോൾ സൈഡ് റോഡ് തോടിൻ്റെ സൈഡ് കെട്ടിയിട്ട് അവർ കുറച്ച് കെട്ടി പകുതി കെട്ടിയിട്ട് ബില്ല് മാറിയെന്നാണ് തോന്നുന്നത്. അതൊക്കെ വളരെ
ആ വാർഡ് തമ്മിൽ പ്രശ്നമുണ്ട്. ഇവിടെ CPIയുടെ മെമ്പറും അവിടെ കോൺഗ്രസിൻ്റെ മെമ്പറും. ഇതിന് മുമ്പ് ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഈ റോഡ് ശരിയാവേണ്ടതായിരുന്നു. അതിന് മുമ്പ് അവിടെ CPMഉം ഇവിടെ CPIയും ആയിരുന്നു 5 വർഷം മുമ്പ്. അതിനുശേഷം അവിടെ കോൺഗ്രസും ഇവിടെ CPI ഇവർ തമ്മിലുള്ള അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കിടക്കുവാണ്. ശത്രുതയാണ്. ശത്രുതയല്ല, ഇവർ തമ്മിൽ യോജിച്ച് പോവുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് താരങ്ങിയാവും. നല്ല രീതിയിൽ സർവീസും നടത്താൻ ഒരു KSRTC വരെ പോകാവുന്നൊരു റൂട്ടാണ്. ഒന്നും ചെയ്തിട്ടില്ല. അതുതന്നെ ഈ പാലം തന്നെ ചെയ്തേക്കുന്നത് വളരെ എഞ്ചിനീയറൊക്കെ നോക്കിയിട്ട് അവരൊന്നും വളരെ അത് നല്ല രീതിയിലല്ല ചെയ്തേക്കുന്നത്. കറച്ച സൈഡ് കെട്ടിയേക്കുന്നത് തന്നെ ഇടിഞ്ഞു പോയി. മഴ വന്നപ്പോൾ ഇടിഞ്ഞു പോയി. ചെയ്യേണ്ടത് ആ പാലം പോലും വളഞ്ഞു പോയെന്നുള്ള കെട്ടിയത്. അത് നിലവിൽ റോഡില്ലാതെ ആൾക്കാർ ഈ റോഡ് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉപേക്ഷിച്ച് പോയി അവർ ബില്ല് മാറിക്കാണും. ഇത് ഈ ഇവിടുത്തെ അവർക്ക് രാഷ്ട്രീയക്കാർക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് തന്നെ 8 മീറ്റർ വീതിയാണ് ഈ റോഡിന്. ഇതിപ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഇത് നിലവിലില്ലാതെ പ്ലാനില്ല, റോഡില്ലായിരുന്നു. റോഡ് ഇവിടം വരെ വന്ന് നിൽക്കുക. ഇത്ര മീറ്റർ റോഡുള്ളായിരുന്നു. ചെറിയ ഇടവഴിയായിരുന്നു. നമ്മൾ റോഡ് വെട്ടാൻ പറഞ്ഞിട്ട് നല്ല കാര്യത്തിനാണ് ചെയ്തത്. എന്നിട്ട് പോലെ 8 മീറ്റർ വീതിയും റോഡും ഉണ്ട്. എന്നിട്ട് പോലെ അവർ ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. മണൽ LP സ്കൂളിന് സമീപം ഈച്ചൻകുഴിയിൽ തോടിന്റെ സൈഡ് കെട്ട് മുതലായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നും ഈ പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെ ഫണ്ട് മാറ്റിയെന്നുമാണ് ആക്ഷേപം. ക്രമക്കേടുകളെപ്പറ്റി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നാട്ടുകാർ സമരത്തിന് തയ്യാറെടുക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന കുരുമുളകിന്റെ ഔഷധ ഗുണങ്ങളിലേക്ക്. ഒരു കാലത്ത് കേരളത്തിലെ മിക്ക കർഷകരുടെയും പ്രധാന വരുമാന മാർഗമായിരുന്നു കുരുമുളക് കൃഷി. എന്നാൽ കർഷകർക്ക് റബ്ബറിന്റെ വില കൂടിയതിനാലാണ് ഉള്ള കുരുമുളക് കൃഷി നശിപ്പിച്ച് റബ്ബർ നട്ട് വളർത്തിയത്. എന്നാൽ ഇന്ന് റബ്ബറിന്റെയും വില കുറഞ്ഞപ്പോൾ വീണ്ടും കർഷകർ കുരുമുളക് കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നമ്മൾ നശിപ്പിച്ച് കളയുന്ന ഈ കുരുമുളകിന് ഏറെ ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് മറ്റൊരു വസ്തുത. മനുഷ്യനെ അലട്ടുന്ന പല രോഗങ്ങൾക്കും ഒരു ഉത്തമ ഔഷധിയാണ് കുരുമുളക്. നാടൻ കുരുമുളക് ചേർത്തിട്ടുള്ള ആഹാരം കഴിക്കുമ്പോൾ സിരകളുടെയും ധമനികളുടെയും ദ്വാരം അടയാതിരിക്കാനും ശരീരത്തിലെ രക്തം കട്ടപിടിക്കാതിരിക്കാനും വളരെയധികം നല്ലതാണ്. പനി, ചുമ, ശ്വാസം മുട്ടൽ, അർശസ്, ദഹനക്കേട് എന്നീ അസുഖങ്ങൾക്ക് കുരുമുളക് ഒരു ഉത്തമ ഔഷധി കൂടിയാണ്. നമ്മുടെ പൂർവികന്മാരുടെ കാലം മുതലേ ഉപയോഗിച്ചു വരുന്നതാണ് ഈ കുരുമുളക്. എന്നാൽ ഇന്നുള്ള ആധുനിക സമൂഹം എന്തിനും ഏതിനും അലോപ്പതിയെ ആശ്രയിച്ചിരിക്കുന്നു. നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെയുള്ള കുരുമുളകിന്റെ ഔഷധ ഗുണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾക്ക് തന്നെ ശ്രമിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ADV ന്യൂസ്. ചെമ്മന്തൂർ കുതിരച്ചിറ വലിയ നരിക്കലിൽ സ്ഥിതി ചെയ്യുന്ന പാലം വാഹനയാത്രികരെ അപകടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെമ്മന്തൂർ കുതിരച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന പാലം അപകടം വിളിച്ചു വരുത്തുകയാണ്. 2 വർഷത്തോളമായി പാലത്തിന് സമീപമുള്ള ഈ കുഴി രൂപപ്പെട്ടിട്ട് സമീപത്തുള്ള ഒരു പൈപ്പിൽ നിന്നും വെള്ളം പാഴായി ഒലിച്ചിറങ്ങിയാണ് പാലത്തിന്റെ ഒരു ഭാഗം ഗർത്തം പോലെ രൂപപ്പെട്ടത്. ഇതിനു ചുറ്റും കാട് മൂടപ്പെട്ടതിനാൽ രാത്രികാലങ്ങളിലും മറ്റും വഴിയാത്രക്കാർക്ക് ഇത് ഭീഷണി സൃഷ്ടിക്കുന്നു. മുൻപ് പാലത്തിന്റെ ഇരുവശവും KSRTC ബസ്സുകൾ മറിഞ്ഞിട്ടുള്ളത് പ്രദേശവാസികൾ ഇപ്പോഴും ഭീതിയോടെ ഓർമ്മിക്കുന്നു. പാലത്തിന് തൊട്ടുമുകളിലായി സ്ഥിതി ചെയ്യുന്ന കുതിരച്ചിറ സ്കൂളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് എത്തിനോക്കാറുള്ളതും പതിവാണ്. PWD അധികൃതർ സ്ഥാപിച്ച വീപ്പ മാത്രമാണ് ഇവിടെ അപകട മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളതെന്ന് പ്രദേശവാസിയായ ജയകുമാർ പറഞ്ഞു. ഇപ്പോൾ 2 വർഷമായി ഇതിങ്ങനെ കിടക്കുന്നു. അപ്പോൾ നമ്മൾ വാർഡ് മെമ്പർക്ക് വിളിച്ച് പറഞ്ഞു, അവർ വന്ന് കണ്ടു. PWD ആൾ വന്നു, അവർ വന്ന് കണ്ടു. ഇപ്പോഴാണ് ഇപ്പോൾ 2 മാസമായി 2 വീപ്പ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ ഭയങ്കര അപകടമാണ്. എന്താ പറഞ്ഞാൽ, എൻ്റെ ഇത്ര നാളായിട്ട് ഒരു ഇതുമില്ല. അവരുടെ ജീപ്പ് വന്ന് അവർ തന്നെ ഫോട്ടോ എടുത്തിട്ട് പോയതാണ്. പോയതിന് ശേഷം 2 വീപ്പയ്ക്കകത്ത് മണ്ണും വെച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അല്ല, വരുന്ന നടപടി ഇതുവരെ ആയിട്ടില്ല. സ്കൂൾ വിടുന്ന സമയത്താണ് ഭയങ്കര അപകടം. അത് അതിൻ്റെ അടുത്ത് നിന്ന് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആ കുഴി മനസ്സിലാവുന്നുള്ളൂ. താഴെ മേളിൽ ടാറ് മാത്രമേ ഇരിപ്പുള്ളൂ. അടിയിലെ വെള്ളം വീണിട്ട് മണ്ണ് മൊത്തം അടിയിൽ നിന്ന് പോയിരിക്കും. നമ്മുടെ എന്തെങ്കിലും പറ്റി ഇടിക്കാൻ ടാറൂടെ അങ്ങ് താഴെ പോകും. അതേ നിലയ്ക്ക് ഇരിക്കും. അവിടെ നിന്ന് നോക്കി അതിൻ്റെ ഫോട്ടോ എടുത്തെങ്കിലേ അറിയത്തുള്ളൂ. അല്ലെ താഴെ ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കണം. അഗാധ കുഴിയാണ്. ഇടുങ്ങിയ ഈ പാലത്തിൽ അപകടമറിയാതെ സൈഡ് കൊടുക്കുമ്പോഴോ മറ്റോ വാഹനം ഒന്ന് പാളിയാൽ നേരെ ചെന്ന് വീഴുന്നത് കുഴിയിലേക്കായിരിക്കും. കാട് തെളിച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ വാഹനയാത്രികർക്ക് വളവ് വളഞ്ഞു വരുമ്പോൾ തന്നെ കുഴി ശ്രദ്ധയിൽപ്പെടും. വെള്ളം ഒലിച്ചിറങ്ങുന്നതോടെ കുഴി വലുതായി സൈഡിലെ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പാലത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ വീഴ്ച വരുത്തും. വലിയ ഒരു അപകടം ഒഴിവാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ സൂചനാ ബോർഡ് സ്ഥാപിക്കുകയോ കൈവരി കെട്ടുകയോ ചെയ്യണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദീൻദയാൽജി സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് വാർത്താസമ്മേളനം നടത്തി.
അഞ്ചൽ പ്രസ് ക്ലബ്ബിൽ വെച്ചായിരുന്നു വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചത്. അഞ്ചൽ ആസ്ഥാനമായുള്ള ദീൻ ദയാൽജി സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് മെറിറ്റ് അവാർഡ് 2015 ഭാഗമായി പ്രവർത്തകർ വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി. സമൂഹത്തിന് നന്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ ഭാരതത്തിലെ യുവാക്കളെ സോഷ്യൽ മീഡിയ കൂട്ടായ്മയാണ് ദീൻ ദയാൽജി സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ, ദേശീയ അവാർഡ് നേടിയ അധ്യാപകരെ അനുമോദിക്കൽ, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ തുടങ്ങിയവ സംഘടിപ്പിച്ചിരിക്കുന്നു. പരിപാടി ജൂൺ 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-ന് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൂടാതെ നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിന് പ്രധാനമന്ത്രിയുടെ നേപ്പാൾ ഭൂകമ്പ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്റർനെറ്റ് കൂട്ടായ്മയിലൂടെ സമാഹരിച്ച തുക സമർപ്പിക്കുമെന്നും ദീൻ ദയാൽജി സോഷ്യൽ മീഡിയ അഡ്മിൻ ബി ബബുൽദേവ് അറിയിച്ചു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് മുഴുവൻ ആൾക്കാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളൊരു സാധാരണ കാര്യം മാത്രമാണ് എല്ലാവരും ചെയ്യുന്നത്. അതിനപ്പുറത്ത് സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക എന്ന ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് ഭാരതത്തിൽ ലോകതലത്തിൽ അറിയപ്പെടുന്ന നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് യുവാക്കളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിലാണ് ദീൻ ദയാൽജി സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൻ്റെ ഇത്തരത്തിലുള്ള കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ഇതിൽ വരുന്ന 21-ാം തീയതി കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ വെച്ചിട്ട് കഴിഞ്ഞ SSLC +2 തലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫുൾ A+ മേടിച്ച, മുഴുവൻ വിഷയങ്ങൾക്കും ഫുൾ A+ മേടിച്ച CBSE സ്റ്റേറ്റ് സിലബസ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു മെറിറ്റ് അവാർഡ് ദീൻ ദയാൽജിയുടെ പേരിൽ നൽകുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഗുരുതുല്യരെ, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരമാണ് ഗുരുതുല്യരെ ആദരിക്കുക എന്നുള്ളത്. അത്തരത്തിൽ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ ഗുരുക്കളെ ആദരിക്കുക. അതോടൊപ്പം തന്നെ നാം എല്ലാവരും മറന്നു പോയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച നേപ്പാൾ ദുരന്തം. ആ ദുരന്തത്തിൽ നിന്നും ഇന്നും ആ സമൂഹം കരകയറിയിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദുരിതാശ്വാസ ഫണ്ട് സമാഹരണം PM-ന്റെ ഫണ്ടിലേക്കുള്ളതാണ്. സോഷ്യൽ മീഡിയയുടെ വളർച്ചയെക്കുറിച്ചും സോഷ്യൽ മീഡിയ കൂട്ടായ്മകളുടെ ആവശ്യകതയെക്കുറിച്ചും ഇത്തരം കൂട്ടായ്മകൾ സമൂഹത്തിന് നൽകുന്ന സഹായങ്ങളെക്കുറിച്ചും ദീൻ ദയാൽജി സോഷ്യൽ മീഡിയ അധ്യക്ഷൻ ഏരൂർ സുനിൽ സംസാരിച്ചു. 10 വർഷം മുന്നത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം നടന്ന ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അതിൻ്റെ വാർത്തകൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പിറ്റേന്നുള്ള ടിവികളിലെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ 2014-15 കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനം വളരെ വലുതായി മാറിക്കഴിഞ്ഞു. ഇന്നിവിടെ നടക്കുന്ന ഒരു പ്രവർത്തന പരിപാടി ഏത് ആയാലും വളരെ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ മൊബൈലിലേക്ക് ഫേസ്ബുക്കിലൂടെ, വാട്സാപ്പിലൂടെ, ട്വിറ്ററിലൂടെ, യൂട്യൂബിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് അഞ്ചൽ പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ കുരുവിക്കോണം അജിത്, ഹരി അഗസ്ത്യക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഇനി പരിചയപ്പെടാം കുറഞ്ഞ ചിലവിൽ മികച്ച ഫീച്ചേഴ്സോട് കൂടിയ ഒരു സ്മാർട്ട് ഫോൺ. ഇന്ന് മൊബൈൽ വിപണി ചൈനീസ് മൊബൈൽ കമ്പനികളുടെ കയ്യിലാണ്. ചൈനയിൽ നിന്നുള്ള മറ്റൊരു പ്രമുഖ കമ്പനിയായ ഹുവായ് ഉപഭോക്താക്കൾക്കായി പുതിയ ഒരു മോഡൽ ഹോണർ B എന്ന പേരിൽ ഇന്ത്യൻ വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ചൈനീസ് കമ്പനിയിൽ നിന്ന് മുൻപ് ഒരുപാട് സ്മാർട്ട് ഫോൺ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് എങ്കിലും സാധാരണക്കാരായ സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചാണ് കമ്പനി ഗുണമേന്മയ്ക്ക് ഒരു കുറവും വരുത്താതെ ഹോണർ B എന്ന സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫോണിന്റെ പ്രവർത്തന മികവും മറ്റ് സാങ്കേതിക മികവും അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ ഒരു ഫോൺ ഓൺലൈൻ വഴി വാങ്ങി. ഞങ്ങൾക്ക് ഈ ഫോണിന്റെ പ്രത്യേകതയെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന വില കുറഞ്ഞ ഒരു മൊബൈൽ എന്നതിലുപരി ഏറെ ഭംഗിയുള്ളതും കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നതുമായ ഈ ഫോണിന് 8 MB ഡ്യുവൽ ഫ്ലാഷോട് കൂടിയ ബാക്ക് ക്യാമറ, സെൽഫി പ്രേമികൾക്കായി 2 MB മുൻ ക്യാമറ, 1 GB റാം, 8 GB ഇന്റർണൽ മെമ്മറി, വൈഫൈ, ഡ്യുവൽ സിം, 3G എന്നീ സൗകര്യങ്ങൾ അടങ്ങിയ ഈ ഫോൺ 4499 രൂപയ്ക്ക് ഉപഭോക്താക്കൾക്ക് ഓൺലൈൻ വഴി വാങ്ങാമെന്നതാണ് പ്രത്യേകത. മറ്റ് സ്മാർട്ട് ഫോണുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വിലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഫോൺ തന്നെയാണ്. ഇന്ത്യൻ മൊബൈൽ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഫോൺ ഉപഭോക്താക്കൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും എന്ന ശുഭപ്രതീക്ഷയിലാണ് കമ്പനി. ന്യൂസ് ഡെസ്ക്, ADV ന്യൂസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചലിലെ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർ രൂപീകരിച്ച അഞ്ചൽ പ്രസ് ക്ലബിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ നിർവഹിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അഞ്ചൽ മേഖലയിൽ വയൽ നികത്തൽ വ്യാപകമാകുന്നു.
ചെമ്മന്തൂർ കുതിരച്ചിറ വലിയ നരിക്കലിൽ സ്ഥിതി ചെയ്യുന്ന പാലം വാഹനയാത്രികരെ അപകടത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ വാട്ടർഷെഡ് പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ ക്രമക്കേടെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. ചക്കുവരയ്ക്കൽ പുനലൂർ പാതയിൽ പൈപ്പ് പൊട്ടൽ തുടങ്ങിയിട്ട് മാസങ്ങളായി. കുടിവെള്ളം പാഴാകുമ്പോഴും നടപടി സ്വീകരിക്കാതെ അധികൃതർ മൗനം പാലിക്കുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.